السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم السلام. الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في الدرس السادس وثمانين في الدرس السادس وثمانين من سلسلة فهم القرآن. ഖുർആൻ പഠനത്തിനുള്ള പോഴിയുടെ 86-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. 85 പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഖുർആനിലെ 78% പദങ്ങളും നിങ്ങൾക്കറിയാം എന്നാണ്. നിങ്ങൾ ദിനേനെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. 78% അറിയില്ലെങ്കിൽ പഴയ പാഠങ്ങൾ ആവർത്തിച്ച് പഠിക്കുക എന്നാണ് ഉണ്ടാകുന്നത്. പഴയ പാഠങ്ങൾ, വാക്കുകൾ, ഒറ്റവാക്കുകൾ, പദാനുപദാർത്ഥങ്ങൾ, ക്രിയകൾ, ക്രിയകളുടെ പരിവർത്തന പട്ടികകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 80% മുകളിൽ എന്തായാലും കിട്ടും. പിന്നെ കിട്ടുന്നില്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഫർദായിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലേ? 5 നേരത്തെ നമസ്കാരം പോലെ തന്നെ ഫർദായ ഒരു കാര്യമാണ് ദിനേനെ വായിക്കുന്ന ഖുർആന്റെ ഭാഗം മനസ്സിലാക്കി മാത്രം വായിക്കുക. എന്നിട്ട് അര പേജെങ്കിലും വായിച്ചിട്ട് എണ്ണി നോക്കുക. ഇത്ര എണ്ണം എനിക്കറിയാം, എത്ര വാക്കുകൾ അവിടെ ഉണ്ട്, പെർസെൻറ്റേജ് ശതമാനം കണക്കാക്കുക. അത് പുതിയ പാഠപുസ്തകത്തിലും അതേപോലെ നമുക്ക് യൂട്യൂബിലും ഇതിലൊക്കെ തരുന്ന, വാട്സപ്പിലൊക്കെ തരുന്ന ഡീറ്റെയിൽസിലൊക്കെ എങ്ങനെയാണ് ശതമാനം കണ്ടെത്തുന്നതെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഖുർആൻ പഠനത്തിന് എളുപ്പവഴി എന്ന് പറഞ്ഞ ഒരു മതപഠന വേദഗ്രന്ഥ പഠനം മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? നമ്മൾ സ്കാൻ ചെയ്യാൻ പഠിപ്പിക്കുന്നു, ക്ലിയർ സ്കാൻ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഇത് ഫോട്ടോ അല്ല, കറുത്ത പേപ്പറിലല്ല അയക്കേണ്ടതെന്നൊക്കെ നമ്മൾ നിഷ്കർഷിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി പണിയെടുക്കുന്നവൻ ആര് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ജനിമൃതികൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. ജനിപ്പിച്ചതും മരിപ്പിക്കുന്നതൊക്കെ നിങ്ങളിലെല്ലാം ഏറ്റവും നന്നായി പണിയെടുക്കുന്നവൻ ആര് എന്നാണ്. അപ്പൊ ഏറ്റവും നന്നായി പണിയെടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ദിക്ർ, സലാത്ത്, വേദഗ്രന്ഥം, ഖുർആനൊക്കെ പഠിക്കുന്നവർ മാത്രമല്ല, മറിച്ച് ഏത് രംഗത്തും ഏറ്റവും നന്നായി ചെയ്യുന്നവൻ. അപ്പൊ സ്കാൻ ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായി ചെയ്യുക, ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി ഫോട്ടോ എടുക്കുക. ഏത് പണിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പണി എന്ത് ചെയ്യുക, കൃത്യമായും ഭംഗിയായിട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ വിജയത്തിന്റെ 50%. നമ്മൾ വിജയിക്കുന്ന കോഴ്സ് വിജയിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആണ് എന്നതാണ്. അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുക. ഇതും എന്ത് ചെയ്യുന്നതാണ്, ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു സംഗതിയാണ്. ആണോ? ക്രമപ്രകാരം ചെയ്യുക എന്ന് പറയും. നമസ്കാരം ക്രമപ്രകാരം ചെയ്യണം, ഒതു എടുക്കുമ്പോൾ ക്രമപ്രകാരം ചെയ്യണം. നമസ്കരിക്കാൻ നേരത്തെ ആദ്യം സലാമിറ്റിന് ശേഷം പിന്നെ അള്ളാഹു അക്ബർ പറഞ്ഞ് കയ്യേറ്റിയ പോലെ. സുജൂദാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് ആദ്യം സുജൂദ് ചെയ്തിട്ട് പിന്നെ റുക്കൂ ചെയ്യാന്ന് വിചാരിച്ച പോലെ. ഈ കുറച്ചു നേരം ഇരുന്നൊക്കെ ദിക്റൊക്കെ ചെല്ലുകയും ചെയ്ത് പിന്നെ നിന്ന് നമസ്കരിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഫാത്തിഹയൊക്കെ ഓതുമ്പോൾ നിന്ന് ഫാത്തിഹ ഓതുന്നു. അപ്പൊ അതിന്റെ ക്രമപ്രകാരം ചെയ്യുക എന്നത്. അപ്പൊ തർത്തീബ് എന്താണ്? ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതാണ് തർത്തീബ് എന്ന് പറയുന്നത്. എല്ലാം ക്രമപ്രകാരം ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിപ്പിക്കുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന സംഗതികൾ. അതിലൂടെയാണ് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്ന അഹ്വാഹും അൻതും മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പഠിപ്പിക്കുന്ന അഹ്വാഹുമ്മിലൂടെ മാത്രമല്ല, അത് ആർക്കും പഠിപ്പിക്കാൻ പറ്റും. ഇതിന്റെ പിന്നിൽ നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രധാന ഘടകം. ശരി, അപ്പൊ ഇന്ന് അങ്ങനത്തെ ആ രീതിയിൽ നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ഇത് പണിയെടുത്താൽ തീർച്ചയായും ഇതിന്റെ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇന്ന് നമുക്ക് സൂറത്ത് അബസും വേറെ 2 ക്രിയകളുമാണ് പഠിക്കേണ്ടത്. ക്രിയകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നോക്കിയിട്ട് അതിന്റെ ബാക്കിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രിയ അല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത്തായാണ് പഠിച്ചല്ലേ?
അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഇനി എന്റെ തുടർന്ന് അതിന, ഹയ്യ, മസ്സ, സൊല്ല അതുപോലുള്ള ക്രിയകളൊക്കെയാണ് ഇനി പഠിക്കേണ്ടത്. സൂറത്തു അബസ്, അബസ എന്നാണ് ഇത് തുടങ്ങുന്നത്, ഈ അധ്യായം തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂറത്തു അബസ എന്ന് പറയും. അറബി ഭാഷയിൽ എല്ലാ വാക്കുകളും എന്ത് ചെയ്യണം, അവസാനം സുക്കൂൻ കൊടുത്താണ് പറയുന്നത്. അപ്പൊ സൂറത്തു അബസ്, സൂറത്തു ആലി ഇമ്രാന എന്നാണ്, സൂറത്തു ആലി ഇമ്രാന. അപ്പൊ എന്ത് ചെയ്യുന്നു അതിനെ സൂറത്തു ആലി ഇമ്രാൻ എന്ന് പറയുന്നു. സൂറത്തുൽ ബക്കറത്തി എന്നതിനെ സൂറത്തുൽ ബക്കറ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സൂറത്തു അബസ എന്നതിനെ എന്താ പറയേണ്ടത്, സൂറത്തു അബസ്. പറയുമ്പോൾ സൂറത്ത് അബസ് എന്ന് പറയും, എഴുതുമ്പോൾ അതിന്റെ അവസാനത്തെ അടയാളം അബസ. അത് ഫെയില് മാവിയാണ് അബസ എന്നത് പൂർണ്ണക്രിയ രൂപം. നോക്കാം, അതിലെ 10 ആയത്താണ് നമുക്ക് നോക്കേണ്ടത്. ഞാൻ മുമ്പേ അയച്ചുതരാൻ മറന്നുപോയി, കാരണം ഇതിൽ കുറെ വാക്കുകൾ, പുതിയ വാക്കുകളുണ്ട്. ഈ ഭാഗം കുറച്ച് പുതിയ വാക്കുകൾ കൂടുതലുള്ള ഒരു ഭാഗമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. ഇതിലെ കുറേ വാക്കുകൾ നമുക്ക് പരിചയമുള്ളതാണ്, പുതിയ വാക്കുകളും പഴയ വാക്കുകളും. ആദ്യത്തെ സൂക്തത്തില് 50% നമുക്കറിയുന്നതാണ്. തവല്ല, തവല്ല എന്താ അർത്ഥം? തവല്ല പിന്തിരിഞ്ഞു. പഠിച്ചിട്ട് പിന്തിരിഞ്ഞതാണത്, പഠിച്ചു കഴിഞ്ഞ ഭാഗമാണ്, പഠിച്ച് കഴിഞ്ഞ ഭാഗമാണ് തവല്ല, പിന്തിരിഞ്ഞു. അപ്പോ 50% അറിയുന്നതാണ്. അബസ് എന്നൊരു വാക്ക് പുതിയ വാക്ക്. അതിൽ 3 വാക്കുണ്ട്. എത്ര വാക്ക് നമുക്ക് അറിയുന്നതാണ്? 3 അറിയാം. ബക്കറ പഠിച്ചവർക്കാണെങ്കിൽ ആഴ്മയും കൂടെ അറിയാം. ബക്കറ പഠിച്ചിട്ടില്ലെങ്കിൽ 3-ൽ 2 അറിയുന്നതാണ്. അഴമായി അറിയില്ല, അബസി അറിയില്ല. ഓക്കെ, അറിയാമല്ലോ. വന്നു. ജാഅഹു എന്ന് പറഞ്ഞാലോ? അവൻ വന്നു എന്നാ. ജാ എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ വന്നു എന്നാ. അവൻ വന്നു. അവൻ വന്നു. അദ്ദേഹം അവന്റെ അടുത്തേക്ക് വന്നു. ജാ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു അവനുണ്ട്. ഹു എന്ന് പറയുന്നത് വേറെ ഒരു അവനാണ്. അല്ല, അപ്പൊ ഈ രണ്ടും കൂടി അവൻ അവന്റെ അടുക്കിലേക്ക് വന്നു. 2 അവരെയും കൂടെ മിക്സ് ചെയ്യണ്ട. കൂട്ടി പറയുന്നതിനാ. ഖലഖഹു എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് നമ്മള്? അവൻ അവനെ സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിച്ചവൻ ഒന്നാണ്, വേറെ സൃഷ്ടിക്കപ്പെട്ടത് വേറൊന്നാണ്. അവൻ അവനെ സൃഷ്ടിച്ചു. അവൻ വന്നു. ഹു അവന്റെ അടുക്കൽ. അൻ എന്ന് പറഞ്ഞാൽ എന്ന്. അൻ എന്ന്. അവന്റെ അടുക്കൽ വന്നു പറഞ്ഞു. അപ്പൊ അവൻ എന്നുള്ളത് ഉള്ളിൽ, അവൻ അവന്റെ അടുക്കൽ വന്നു. അകത്ത് ഒരു അവനുണ്ടോ? അവനാണോ അവന്റെ അടുക്കൽ എന്നുള്ളത്, അല്ലെങ്കിൽ അവൻ എന്നുള്ളതോ? അത് വിശദീകരണം പിന്നെ വേറെ നോക്കാം. ജായുടെ അകത്ത് ഒരു അവനുണ്ട്. ഹു എന്ന് പറയുന്നത് വേറെ ഒരു അവനാണ്. ഖലഖയുടെ അകത്ത് ഒരു അവനുണ്ട്. ഖലഖ ഹു എന്ന് പറയുമ്പോൾ ഹു വേറെ ഒരു അവനാണല്ലോ. അതറിയാം. അവൻ അവനെ അടിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വേറെ ഒരുത്തിനെ അടിച്ചു എന്നാണ്. നമ്മളെ മുന്നിലിരിക്കുന്ന ആളിനെ കുറിച്ച് പറയുമ്പോ അവൻ അവനെ അടിച്ചു എന്ന് പറയുമ്പോ ഒരു അവൻ ഇവനെ അടിച്ചു, അവൻ ഇവനെ അടിച്ചു. അപ്പൊ അവനും ഇവനും ഉണ്ട് ആ മലയാളത്തിൽ. അറബിയിൽ അങ്ങനെയില്ല. ദൂരെയോടനെ കുറിച്ച് ഹുവ എന്ന് അത്രേ പറയാൻ പറ്റൂ. അപ്പോ ജായുടെ അകത്തുള്ള ഒരു അവനാണ്, ഹു വേറൊരു അവനാണ്. അത് വിശദീകരണത്തിൽ നമുക്ക് പറയാം. വിശദീകരണം പറയാൻ തുടങ്ങിയില്ല, ഇപ്പൊ അറിയുന്ന വാക്കുകളാണ് നോക്കും. അപ്പൊ അൻ എന്ന്, അൻ ജാ എന്ന് പറഞ്ഞാൽ വരിക എന്നതിനാൽ കേട്ടാ. ഹു അവന്റെ അടുക്കൽ, അവരുടെ അടുക്കൽ വരിക എന്നതിനാൽ, അല്ലെങ്കിൽ വന്നതിനാൽ. ഇനി വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക.
ഒമാ യുദിരീക്ക. അദ്റാക്കയാണ് നമ്മൾ ഇത്രയും നാളും പഠിച്ചത്. അമാദ്രാക്ക മൽക്കാരിയ, അമാദ്രാക്ക മാഹിയ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒമാ യുദിരീക്ക. അപ്പൊ അദ്റായുടെ അപൂർണക്രിയയാണ് യുദിരി. അത് യഥാർത്ഥത്തിൽ നേരത്തെ പഠിച്ച വാക്കാണ്. അദ്റ പഠിച്ചു, യുദിരി അപൂർണക്രിയ. ഒമാ അദ്റാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ അറിയിച്ചു തന്നത് എന്താണ് എന്നാണ്. അദ്റ എന്ന് പറഞ്ഞാൽ അറിയിച്ചു തന്നു, മാവിയാണ്, കഴിഞ്ഞ കാല ക്രിയ. യുദിരി എന്ന് പറഞ്ഞാൽ നിനക്ക് ഭാവിയിൽ എന്തറിയാമെന്നാണ്. അപ്പൊ കർമ്മപ്രയോഗം അല്ലല്ലേ? അപ്പൊ അതിന്റെ അപൂർണക്രിയയാണ്. അഞ്ചല യുൻസിലു പോലെ എല്ലാ നമ്മളുള്ളതും കർമ്മണ പ്രയോഗമല്ല. സബ്ബഹ ഗ്രൂപ്പിലും അഞ്ചല ഗ്രൂപ്പിലും ജാഹദ ഗ്രൂപ്പിലും അപൂർണക്രിയക്ക് ലമ്മായിരിക്കും ഉണ്ടാവുക. സബ്ബഹ യുസബ്ബിഹു, അഞ്ചല യുൻസിലു, അതേപോലെ ജാഹദ യുജാഹിദു. അതേപോലെയാണ് ഇവിടെ അദ്റ അറിയിച്ചു. എഴുതിട്ട് പിന്നെ എന്തുണ്ട്? ഒരു ഹദായ പോലത്തെ യാ. അപ്പൊ എന്താണ്? അത് അഞ്ചല ഗ്രൂപ്പാണ്. അഞ്ചല ഗ്രൂപ്പാണ്. അതിന്റെ കൂടെ അതിന്റെ അപൂർണക്രിയ വരുമ്പോ എന്ത് വരും? യുൻസീലു എന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ റാക്കി കസറുണ്ട്. യുദിരി, യുൻസീലു. ഒമാ യുദിരീക്ക, നിനക്ക് അറിയിച്ചു തരുന്നത് എന്താണ് എന്നാണ് ഇവിടെ ചോദ്യം. യഥാർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ രണ്ടും ഒരേപോലെയാണ് ട്രാൻസ്ലേറ്റർമാർ ഉപയോഗിച്ചത്. ഒമാ യുദിരീക്ക, നിനക്ക് എന്തറിയാം. പിന്നെ ലഅല്ലഹു പഠിച്ചിട്ടുണ്ടല്ലോ. ലഅല്ല എവിടെ പഠിച്ചത് നമ്മള്? ലഅല്ലഹു യസക്ക, നമ്മളോ പഠിച്ച സബ്ബിസ്മ. പിന്നെ സൂറത്തുൽ അഅലയിലല്ല അടിച്ചത്. ഇന്ന അന്ന വക്ക അന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല, അതൊക്കെ പഠിച്ചതാണ്. എന്തായിരുന്നാലും ലഅല്ല പഠിച്ചില്ല. ലഅല്ലക്ക് രണ്ടർത്ഥമുണ്ട്. ലഅല്ല എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. കേട്ടാ, ഇവിടെ എന്താണ്? സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് അതിന് വേണ്ടി, രണ്ട് അതിന് സാധ്യതയുണ്ട്. ഇവിടെ എന്താണ്? മായുദിരീക്ക ലഅല്ലഹു യസ്സക്ക. യസ്സക്ക നമ്മൾ പഠിച്ചില്ല. ഔ യദ്ദക്കറു, യദ്ദക്കറു പഠിച്ചായിരുന്നു. തദക്കറ യതദക്കറു പഠിച്ചല്ലോ. തദക്കറ യതദക്കറു പഠിച്ചു. തദക്കറ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചപ്പോ അതിന്റെ അപൂർണ ക്രിയ യതദക്കറു എന്ന് പഠിച്ചു. യതദക്കറുവിന്റെ ഒരു ചെറിയ രൂപഭേദമാണ് യദ്ദക്കറു. അതായത് യതദക്കറു എന്നതിനെ ചിലപ്പോൾ യദ്ദക്കറു എന്നും എഴുതും. യതദക്കറു എന്നതിനെ ചിലപ്പോൾ യദ്ദക്കറു എന്നും എഴുതും. അപ്പൊ ഇവിടെ ഖുർആനിൽ ഉപയോഗിക്കുന്ന ഇത്തരം മാറ്റങ്ങളുണ്ടല്ലോ, ഇത്തരം മാറ്റങ്ങൾ, അതായത് യതദക്കറു എന്നാണ് ഒറിജിനൽ വാക്ക്, അതിനെ യദ്ദക്കറു എന്ന് ഉപയോഗിക്കും. എന്തുകൊണ്ട് യദ്ദക്കറു എന്ന് ഖുർആനിൽ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അറബികൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അറബി സാഹിത്യകാരന്മാർ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഖുർആൻ പറഞ്ഞല്ലോ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞു. അതേപോലെ ഹാമീം വൽ ഖുർആൻ വൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞു. യാസീൻ വൽ ഖുർആൻ ഹക്കീം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ, അറബികൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാ പറഞ്ഞത്. അതേപോലെ ഖുർആനിൽ വരുന്ന പ്രയോഗങ്ങൾ, അറബി ഭാഷയിലെ വ്യത്യസ്ത രൂപഭേദങ്ങൾ, ഇതൊക്കെ എന്താണ്? അറബി സാഹിത്യകാരന്മാർ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ്. അപ്പൊ യതദക്കറുവിന് പകരം യതദക്കറുവിന് ഷോർട്ട് ഫോം യദ്ദക്കറു എന്ന് ഉപയോഗിക്കും. ഷോർട്ട് ഫോം എന്ന് പറയാൻ പറ്റില്ല. യതദക്കറുവിന്റെ താ മാറ്റിയിട്ട് ശബ്ദം കൊടുക്കും. ഇവിടെ ഇതാക്കി യതദക്കറുവിന് പകരം യദ്ദക്കർ. അപ്പൊ എന്ത് ചെയ്യും? എന്താർത്ഥം? ഓർമ്മിച്ചു പാഠം ഉൾക്കൊണ്ടുന്നല്ലേ നമ്മൾ പഠിച്ചത്. എന്താ അർത്ഥം? എന്താ അല്ലെങ്കിൽ വിശുദ്ധിയുടെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ല കേട്ടോ. അത് നിങ്ങൾ ട്രാൻസ്ലേഷൻ നോക്കിയിട്ടിരിക്കുന്നുണ്ടോ? ട്രാൻസ്ലേഷൻ വല്ലതും മുന്നിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് ഉറപ്പാണോ? നേരത്തെ പഠിച്ച യദ്ദക്കറുവിന്റെ വിശുദ്ധിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാണുള്ളത്? ഇപ്പോഴും പഴയ പാഠത്തിലാണുള്ളത്? പഴയ അതിന് മുമ്പുള്ള ആയത്തിലാണുള്ളത്? ബേക്കിലാണ്, കുറെ ബേക്കിലാണ്.
കൂടെ വരണം കേട്ടാ, പഠിക്കുമ്പോൾ കൂടെ വരണം. യദ്ദക്കറുവിലാണുള്ളത്. യദ്ദക്കറു എന്നത് തദക്കറുവാണെന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ യദ്ദക്കറ് തന്നെ നിന്നാൽ ഉറപ്പാണ് അവിടെ എന്തോ ഒരു പരിഭാഷ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ണുടക്കിയിരിക്കുക. ആണോ ഇല്ലേ എന്ന് പറഞ്ഞു തന്നു. പരിഭാഷ മുന്നിലുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഇല്ല. ഉറപ്പാണ്. നേരത്തെ എടുത്ത് ഉണ്ടോ? ഇല്ലില്ല, നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു. നേരത്തെ എടുത്ത് നോക്കിയതായിരുന്നു. എടുത്ത് നോക്കരുത് കേട്ടാ. നേരത്തെ നിങ്ങളിത് നോക്കിയിട്ട് വരാൻ പറഞ്ഞാൽ അത് നോക്കിയിട്ട് വരണം, മടക്കി വെച്ചിട്ട് വേണം ക്ലാസ് ഇരിക്കാൻ. ഞാൻ കിതാബിലുള്ളതുപോലെ അല്ല പഠിപ്പിക്കുന്നത്. അതിന് വേറെ രഹസ്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ എന്റെ പുസ്തകത്തിൽ തന്നെ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന പോലെയും അല്ല പഠിപ്പിക്കുന്നത്. അതെല്ലാം എന്ത് ചെയ്യും? അങ്ങനെ പഠിച്ചാൽ തത്തമ്മ പൂച്ച എന്ന് തന്നെ. പൂച്ച മാറിയിട്ട് കരടി വന്നാലും അല്ല കടുവ വന്നാലും പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ച എന്നേ പറയും. അതിപ്പോ നിങ്ങൾക്ക് യദ്ദക്കറുവിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരും. യദ്ദക്കറു എന്നത് യത്തദക്കറു ആണെന്ന് നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും പഠിക്കില്ല. ശരിയാ, നമുക്ക് സ്വന്തം ഒരു കഴിവുണ്ടാവൂല. അതെ. ദിക്റ എന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തൻഫഅഹു പഠിച്ചു, തൻഫഅു പഠിച്ചു, ദിക്റായും പഠിച്ചു. ദിക്റ എന്നത് ക്രിയാദാതു ദിക്റുൻ എന്ന് വരുന്നത് പോലെ തന്നെ ദിക്റായും വരും. അതേപോലെ തന്നെ ദിക്റായ്ക്ക് ഓർമ്മപ്പെടുത്തൽ എന്നും അർത്ഥം. ഓർമ്മപ്പെടുത്തൽ. ദക്കറയുടെ അർത്ഥം എന്താണ്? ഓർമ്മിച്ചു. ദക്കറ ഓർമ്മിച്ചു എന്നാണ്. ദക്കറ ഓർമ്മിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയുന്ന മാത്രമേ പറയാവൂ, ഞാൻ പറയുന്ന മാത്രമേ പറയാവൂ. ദക്കറ ഓർമ്മിച്ചു. അങ്ങനെയാണ് ദക്കറയ്ക്ക് അർത്ഥം ഓർമ്മിച്ചു എന്നാണെങ്കിൽ അതിന്റെ ക്രിയാധാതു എങ്ങനെ വരും? അതിന്റെ ദിക്റിന്റെ അർത്ഥം എങ്ങനെ വരും? ഓർമ്മിക്കൽ. ഓർമ്മിച്ചു എന്നാണെങ്കിൽ ഓർമ്മപ്പെടുത്തൽ എന്നാണ് കിട്ടി. ഓർമ്മിക്കുന്നവൻ, ഓർമ്മപ്പെടുത്തുന്നവൻ, ഓർമ്മിക്കൽ. എല്ലാം കൂടെ പറയും. ഓർമ്മ അല്ലെങ്കിൽ ഓർമ്മിക്കൽ. അതേപോലെ തന്നെ ദക്കറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർമ്മിപ്പിച്ചു. ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചു. അപ്പൊ ദക്കറയുടെ ക്രിയാധാതു എന്താ? തദ്കീറുൻ. ദിക്ർ എന്ന് പറഞ്ഞ ആളിനെ നമ്മൾ വീണ്ടും പ്രിലിമിനറി 1 2 വിടും. ഈ പ്രൊമോട്ട് ചെയ്യും. ദക്കറ യദ്കുറു ദിക്റുൻ. ദക്കറ യദ്കുറു ദിക്റുൻ. ദക്കറ യുദക്കിറു തദ്കീറുൻ. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹുൻ. അറിയാന്ന് പറഞ്ഞാൽ പോരാ. ഞാനിവിടെ പറയുന്ന വിഷയം ദക്കറ യദ്കുറു ദിക്റുൻ എന്ന് പറയുന്നതിന് പകരം ദിക്റ ഉപയോഗിക്കും. അതേപോലെ തന്നെ ദക്കറ യുദക്കിറു തദ്കീർ എന്ന് പറയുന്നതിന് പകരവും എന്ത് ചെയ്യും? ദിക്റ ഉപയോഗിക്കും. ഓക്കെ. അപ്പൊ ദിക്റ എന്ന പദം ഓർമ്മപ്പെടുത്തലിനും ഉപയോഗിക്കും, ഓർമ്മിക്കലിനും ഉപയോഗിക്കും. ഓർമ്മപ്പെടുത്തലിനും ഉപയോഗിക്കും ദിക്റ എന്ന പദം. രണ്ടിന്റെയും ബദൽ ക്രിയാധാതുവാണ്. ദിക്റിന്റെയും തദ്കീറിന്റെയും ബദൽ ക്രിയാധാതുവാണ് എന്ത്? ദിക്റ. അതിന്റെ ഒപ്പം എന്ന് പറഞ്ഞില്ല. വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. അത് നിങ്ങൾ വേറെ ഭാഷ പഠിക്കണം. മലയാളം കൂടെ പഠിക്കുമ്പോഴത്തേക്ക് അത് വേറെ സ്മരണ എന്ന് പറയുമോ ഓർമ്മിക്കൽ എന്ന് പറയുമോ ഒക്കെ അത് മലയാളം കൂടെ പഠിച്ചാൽ. ദിക്റിന്റെ പകരമായിട്ടും തദ്കീറിന്റെ പകരമായിട്ടും ദിക്റ ഉപയോഗിക്കും. അത് മാത്രമേ ഓർമ്മിക്കൂ. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നതോടെ അറബിയിലൂടെ പഠിക്കണം കേട്ടോ. മലയാളത്തിൽ വേറെ വാക്കുണ്ടോ? അമ്മാമൻ ഇസ്തഗ്ന, അതിൽ എത്ര വാക്ക് പഠിച്ചിട്ടുണ്ട്? അപ്പൊ ദിക്റായിൽ പൂർണ്ണമായും നമ്മൾ
പഠിച്ചതാണ്. ഔ ആ. പഠിച്ചു. ഔ അമറ ബിത്തഖ്വയിൽ യസ്ദക്കറു യതദക്കറു ആണെന്ന് പറഞ്ഞു. തൻഫഉ ഉം. നഫഅ യൻഫഉ പഠിച്ചു. ഖലഖഹു പഠിച്ചപ്പോൾ തൻഫഉന്റെ പ്രയോഗം പഠിച്ചു. ദക്കറ യുദക്കിറുവിന്റെ ക്രിയാധാതുവാണ് ഇവിടെ തദ്കീറിന്റെ പകരമായിട്ടാണ് ദിക്ര ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. തദ്കീറിന്റെ പകരമായിട്ടാണ് ദിക്ര ഉപയോഗിച്ചത്. അപ്പൊ എന്താണ്? ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ആ വാക്ക് അതില് നാല് വാക്കില് 4 വാക്ക് നമ്മൾ പഠിച്ച 100% നമുക്കറിയാം. അമ്മാമൻ ഇസ്തഗ്ന എത്ര വാക്കറിയാം? എല്ലാം അറിയാം. അമ്മ മൻ ആര് പിന്നെ സ്വയം സ്വയം പര്യാപ്തം അടിച്ചു. സ്വയം പര്യാപ്തം പഠിച്ചതാ. എവിടെ പഠിച്ചു? ഇഖ്റ ബിസ്മി റബ്ബിൽ പഠിച്ചു. ഇന്നൽ ഇൻസാന ലിയത്ഗാ അർആഹു ഇസ്തഗ്ന. ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വയം പര്യാപ്തനായി എന്നാണ് ഇസ്തഗ്ന. പക്ഷെ സ്വയം പര്യാപ്തനാകാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് സ്വയം പര്യാപ്തൻ അടിച്ചു എന്ന് പറയുന്നത്. ആരും സ്വയം പര്യാപ്തനല്ല. അള്ളാഹ് ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. എനിക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം. എനിക്കിപ്പോൾ ഷർട്ട് ധരിക്കണമെങ്കിൽ തന്നെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ആ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നൂല് ഉൽപ്പാദിപ്പിക്കുന്ന ആള് മുതൽ അത് തുന്നി അത് റെഡിയാക്കി കഴുകി അലക്കി തേച്ച് തരുന്ന ആൾ വരെയുള്ള ഇത്രയും ആൾക്കാർ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നവരൊക്കെ എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ. അപ്പോ ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തി നടിച്ചു. അൻത ലഹു തസദ്ദ. അതില് 3 എണ്ണത്തിൽ 2 എണ്ണം നമുക്ക് അറിയില്ല. തസദ്ദ മാത്രമേ അറിയാതെ. അറിയില്ല. തസദ്ദ അറിയില്ല. അപ്പൊ 3-ൽ 2 എണ്ണം നമുക്കറിയുന്നതാണ്. അപ്പൊ 66% നമുക്കറിയാം. 3-ൽ 2 എന്ന് പറഞ്ഞാൽ 66% നമുക്കറിയാം. യസ്സക്ക നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞതെന്ന് പറഞ്ഞു. നേരത്തെ പരിഭാഷ പഠിച്ചിട്ട് വരരുത്. യസ്സക്കാന്നുള്ള നമ്മൾ പഠിച്ചില്ല. പഠിച്ചു. പഠിച്ചു. അമ്മാമൻ ജാഅക യസ്അ. അപ്പൊ വമാ അലൈക അല്ലാ യസ്സക്ക. അപ്പൊ എന്തായി? വമാ അലൈക എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ എന്താണ് എന്നാണ് ചോദ്യം. മാ എന്താണ്? അലൈക നിന്റെ മേൽ. അത് സാധാരണഗതിയിൽ പറഞ്ഞാൽ നിനക്കെന്താ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. നിനക്കെന്താ എന്ന് ചോദിക്കുന്ന തുല്യമാണ് മാ അലൈക. നിനക്കെന്താ? അല്ല എന്നത് ഇപ്പോഴുമായി ചേർന്ന് വരേണ്ടത് നമുക്ക് പിന്നെ പറയാം. വ അമ്മാമൻ ജാഅക യസ്അ. അതിലെന്തൊക്കെ അറിയാം? പഠിച്ചിട്ടുണ്ട് നമ്മള്. 100% നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ അമ്മാ മൻ ജാഅക. അപ്പൊ ജാഅഹു എന്ന് പറഞ്ഞതുപോലെയാണെങ്കിൽ ജാഅക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അവൻ നിന്റെ അടുത്ത് വന്നു. ജാഅക എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ അടുക്കൽ വന്നു. ജാഅക എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ അടുക്കൽ വന്നു. ജാഅഹു എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ അടുക്കൽ വന്നു. ഇപ്പൊ മനസ്സിലായല്ലോ? ജാഅക എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ അടുക്കൽ വന്നു. അവൻ വന്നു. അപ്പൊ നിന്റെ അടുക്കൽ വന്നു. പിന്നെ അങ്ങനെ ഒരു പ്രയോഗമായിട്ട് പറഞ്ഞു. പക്ഷെ വേറെ വാക്കുകൾ വരുമ്പോ അങ്ങനെ പറയാൻ കഴിയില്ല. അവൻ നിന്റെ അടുക്കൽ നിന്നുള്ള എത്രയോ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ഓർമ്മ ഉള്ളതിനോട് പറഞ്ഞതോ. മറ്റു വേറെ വാക്ക് വന്നാൽ അറിയില്ല. വരല് പോലെയല്ല അടി. ഇപ്പൊ ലറബ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ലറബക്ക എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ അടുക്കൽ അടിച്ചു എന്നല്ല. നിന്നെ അടിച്ചു. അവൻ നിന്നെ അടിച്ചു. അതല്ലേ സംശയം നിങ്ങൾക്ക്? എനിക്ക് അതന്നെ. എനിക്ക് വേറെ അതാണ് സംശയം. അപ്പൊ എല്ലാം അടുക്കലല്ല. ജാ എന്ന് പറഞ്ഞാൽ വരൽ. ജാ വന്നു. വരൽ പോലെ അല്ലല്ലോ അടി. ഇതന്നെ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞു നോക്കിയതായി. ടെക്സ്റ്റ് നോക്കിയില്ല. പറഞ്ഞു നോക്കണ്ട. എങ്ങനെ പറഞ്ഞു നോക്കണ്ട. ഓരോ വാക്കും ഓരോ രീതിയിലാണ് വരിക. നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു. നസറ സഹായിച്ചു. അപ്പൊ ഉദാഹരണം പിന്നെ സഹബ എന്ന് പറഞ്ഞാൽ പോയി. സഹബ പോയി.
അതേപോലെയാണോ ജാ? ജാ വന്നു. ഓരോ ക്രിയയ്ക്കും അതിൻ്റെതായ രീതിയുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് അർത്ഥം പറയുക. ഓക്കെ. ശരി, ഞാൻ വിചാരിച്ചു എല്ലാ ഒരുപാട് ചിന്തിക്കല്ലേ, ഒരുപാട് ചിന്തിച്ചാൽ പ്രശ്നം ഉണ്ടാവും. ഉം. യസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പഠിച്ചല്ലോ, പട്ടിക പഠിച്ചല്ലോ. പ്രയത്നിച്ചു. പ്രയത്നിച്ചു. വേറൊരർത്ഥം കൂടെ ഉണ്ട്, ഓടി, ഓടി. അപ്പൊ അതാണ് നമ്മള് സായുടെ ക്രിയാധാരം എന്താണ്? സയ്യൻ സായുടെ ക്രിയാധാരം സഴിയൻ. സഴി നമ്മള് സഴി പഠിച്ചല്ലോ. ഇന്ന അപ്പൊ സഴിയൻ. അപ്പൊ സായുടെ അർത്ഥം സാ പ്രയത്നിച്ചു എന്ന് അർത്ഥമുണ്ട്. അതേപോലെ ഓടി എന്നും അർത്ഥം. ഓടി എന്നർത്ഥം. ഓടി. അതാണ് സായി ഓട്ടം. അസായു ബൈന സ്വഫ വൽ മറുവത്ത. അസായു ബൈന സ്വഫ വൽ മറുവത്ത. എന്താ സഫ ബൈന സഫ വൽ മറുവത്ത എന്ന് പറഞ്ഞാല് ഇടയിൽ ഓടൽ. മിനയിൽ ഓടലോ? രണ്ടിന്റെ സഫയുടെയും മറുവയുടെയും ഇടയിൽ ഓടൽ എന്നാണ് നമ്മളെ ഗ്രാൻഡ് മദർ വല്യമ്മ ഹാജർ അലൈഹിസ്സലാം അവിടെ ഓടിയായിരുന്നു. കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ വെള്ളം അന്വേഷിച്ചിട്ട് ഓടിയായിരുന്നു. അതാണ് ഓട്ടം. അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് സഴി ചെയ്യുന്നത്. പക്ഷെ അന്ന് വല്യമ്മാൻ ഓടിയെങ്കിൽ ഇന്ന് ഉമ്മമാരോട് ഓടണ്ടെന്നാ പറഞ്ഞത്. പെണ്ണുങ്ങൾ ഓടല്ല, ആണുങ്ങൾ മാത്രം ഓടിയാൽ മതി. അപ്പൊ എന്താ യസ് എന്ന് പറഞ്ഞാൽ ഓടുന്നു. അമ്മാമൻ നിന്റെ അടുക്കൽ ഓടുന്നവനായി വന്നവൻ ഓടുന്നവനായി വന്നവൻ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വന്നയാൾ, ഓടിക്കൊണ്ട് വന്നയാൾ. അമ്മാമൻ നിന്റെ അടുക്കൽ ഓടിക്കൊണ്ട് വന്നയാൾ. യഹ്ഷ പഠിച്ചല്ലോ നമ്മള്. അവൻ ഭയപ്പെടുന്നു. പൂർണ്ണമായിട്ടും അറിയാം. പൂർണ്ണമായിട്ടും അറിയാം. തലഹ മാത്രമേ അറിയാതെയുള്ളൂ. അപ്പൊ അവിടെ 66% അറിയാം. 1 അറിഞ്ഞിടെന്ന് പറഞ്ഞാൽ 33%. ബാക്കി 66% അറിയാം. അറിയാത്ത ഭാഗത്തൊന്നും അറിയാത്തതിനെ കുറിച്ച് ചിന്തിക്കണ്ട, അറിയുന്നതിനെ കുറിച്ച് നല്ലോണം ചിന്തിക്കുക. അറിയുന്നതനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ അറിയാത്തത് അല്ലാഹ് പഠിപ്പിച്ചിരുന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാണ് ഫിലോസഫേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ അറിയാത്തത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എത്ര വാക്ക് അറിയാം എന്ന് നോക്കുക, എത്ര വാക്ക് അറിയാം എന്ന് നോക്കുക. അപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുന്നു. ബി പോസിറ്റീവ്. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോലെ ബി പോസിറ്റീവ്. എപ്പോഴും എന്തായിരിക്കുക? ബി പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ, നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. എനിക്ക് ഇതില്ല അതില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചോണ്ടിരുന്നാൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. എനിക്കുള്ളത് എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും സമാധാനം ഉണ്ടാവും. അതാണ്. അപ്പൊ അതേപോലെ നോക്കാം ബാക്കി എന്തൊക്കെയാണ് അറിയാത്തത്. അബസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖം ചുളിച്ചു. അബസ അവൻ മുഖം ചുളിച്ചു എന്നാണ് അബസ. അപ്പൊ അബസ വ തവല്ല അദ്ദേഹം മുഖം ചുളിച്ചു, വ തവല്ല തിരിഞ്ഞു കളയുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നതിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ആര് വന്നതിനാൽ? അഴ്മ എന്ന് പറഞ്ഞാല് അന്ധൻ. വന്നതിനാൽ എന്നുള്ളത് അത് അൻ വന്നതുകൊണ്ട് വരിക എന്നതുകൊണ്ട് എന്നാണ് അർത്ഥം. കേട്ടാ വാക്കർത്ഥം. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഓരോ വാക്കുകൾ എടുത്തിട്ട് നിങ്ങൾ ഒറ്റ വാക്കെടുത്ത് നാളെ പത്രം എടുത്തിട്ട് ഒറ്റ വാക്കർത്ഥം അർത്ഥം വെച്ച് നോക്കണം. ആ ഒറ്റ വാക്കർത്ഥം പോലെ അല്ല അതിന്റെ ആശയം വരുന്നത്.
അല്ല അതുപോലെയല്ല ആശയം വരുന്നത്, അതുകൊണ്ടാ ഇപ്പൊ ചോദിച്ചത്. അതെ, എന്ന് അതുപോലെ വേണ്ടി. ഒറ്റ വാക്കർത്ഥം പോലെയല്ല ആശയം വരുന്നത്. അറബി ഭാഷയിലും അങ്ങനെയാണ്. ഒറ്റ വാക്കർത്ഥം പോലെയാണ് ആശയം വരുന്നത്. പൂ പറിച്ചു എന്ന് പറഞ്ഞാൽ ആരാ പറിച്ചത്? പൂവാണോ പറിച്ചത്? പന്ത് അല്ല കളിച്ചു എന്ന് പറഞ്ഞാൽ ആരാ കളിച്ചത്? പന്താണോ കളിച്ചത്? അല്ല അല്ല, ആള് ആള് ആ വേറെ. അതൊന്നും മലയാളത്തിന്റെ കുഴപ്പമായിട്ട് കാണാത്തത്. അതേപോലെ ചില വാക്കുകൾ ആശയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ഇപ്പോ അൻ ജാ എന്ന് പറഞ്ഞാൽ വരിക എന്നത് എന്നാണ്. വരിക എന്നത്. അൻ ജാഅഹു അൽ അൽമ അന്ധൻ. ആ അന്ധൻ എന്നാണ്. അൽ വന്നാൽ അത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അറിയുന്ന ഒരാൾ. അൽ അൽമ, ആ അന്ധൻ. അൽമ എന്നത് ഏകവചനമാണ്, അതിന്റെ ബഹുവചനമാണ് ഉംയുൻ. ഒന്നും. ഉംയുൻ. അൽമ എന്ന് പറഞ്ഞാൽ അന്ധൻ, ഉംയുൻ അന്ധന്മാർ. അതാണ് അൽ-ബഖറയിൽ പറഞ്ഞ സ്വമ്മുൻ ബുക്മുൻ ഉംയുൻ. അപ്പൊ അതുപോലെ ആ വാക്കുകളെല്ലാം, ബാക്കിയുള്ള വാക്കുകൾ നിങ്ങൾക്ക് അതേപോലെ ആഴ്മ അന്ധൻ, ഒമ്യുൻ. ആഴ്മ അന്ധൻ, അതിന്റെ ബഹുജനമാണ് ഒമ്യുൻ. അപ്പൊ സുമ്മൻ ബുക്കുമൻ ഒമ്യുൻ എന്ന് ഒന്നിലധികം പ്രാവശ്യം അൽ-ബഖറയിൽ വന്നിട്ടുണ്ട്. അഞ്ചാഹുൽ ആഴ്മ, ആ അന്ധൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നതിനാൽ അദ്ദേഹം അബസ വത്തവല്ല, അദ്ദേഹം മുഖം ചുളിക്കുകയും ചുളിച്ച് പിന്തിരിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള VIP ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. VIP ആൾക്കാർ ആരൊക്കെയായിരുന്നു അവിടുത്തെ? അബൂജഹല്, ഉത്തുബത്ത്, ഷെയ്ബത്ത്, ഇവരൊക്കെയാണ് VIP ആയ ആൾക്കാർ. VIP ആൾക്കാരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കണ്ണ് കാണാൻ പറ്റാത്ത അബ്ദുല്ലാഹിബിന് മക്തൂം അവിടേക്ക് കടന്നു വന്നത്. അപ്പൊ അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം വിളിച്ചു ചോദിച്ചിട്ടിരിക്കുമ്പോൾ നബി എവിടെ, നബി എവിടെ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യത്തിന് സംശയം ചോദിക്കാനുണ്ട് നബിയോട്. നമുക്ക് അങ്ങനെയല്ലേ, ഉസ്താദിനോട് എന്തോ സംശയം ചോദിക്കാനുണ്ടെന്ന് പറയും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തോ സംശയം ചോദിക്കാൻ വേണ്ടി നബി എവിടെ, നബി എവിടെ എന്ന് വിളിച്ചുകൊണ്ട് വരെ. കാണാൻ പറ്റാത്തതുകൊണ്ട് നബി എവിടെ, നബി എന്ന് കാണിച്ചു തരും, നിങ്ങൾ എന്നെ നബിയുടെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന്, നബിയുടെ അടുത്തേക്ക് നിങ്ങൾ എന്നെ വഴി കാണിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരെ. അപ്പോ ഈ VIP ആൾക്കാരുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇന്റർഫിയർ ചെയ്തത്, ഇടയിൽ വന്ന് ശ്രദ്ധ തിരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അബസവത്തവല്ല. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദ്ദേഹം വന്ന് സംശയം ചോദിക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് വന്നപ്പോഴേ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം ഈ അന്ധൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും അള്ളാഹ് എന്ത് ചെയ്തു? അതിനെ ചോദ്യം ചെയ്തു. ഈ ആയത്തടക്കം കാണാൻ പിടിച്ചിട്ടുള്ള ആളാണ് ആര്? പിന്നീടാണ് അദ്ദേഹം കാണാൻ പിടിച്ചെങ്കിലും ഈ ആയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം കാണാൻ പിടിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം ഹാഫിളാണ്. പിന്നീട് അദ്ദേഹം അള്ളാഹു അവതരിപ്പിച്ച എല്ലാ സൂക്തങ്ങളും അദ്ദേഹം കാണാൻ പിടിച്ചു. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിനെ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പ്രതിനിധിയാക്കി പോയിട്ടുമുണ്ട്. ഒരു യാത്ര പോകുന്ന സമയത്ത് മദീനയിലെ, അങ്ങനെയുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആള് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു വേറൊരാളിനെ ചുമതലയേൽപ്പിച്ചിട്ടാണ് പോകേണ്ടത്. നേതൃത്വം ഇല്ലാത്ത ഒരു അവസ്ഥ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. മുസ്ലിങ്ങൾക്ക് എന്നല്ല, ഒരു സമൂഹത്തിന് നേതൃത്വം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവിടെ നിന്ന് പ്രവാചകനാണ്, പ്രവാചകൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു നേതൃത്വം ഉണ്ടായിരിക്കും. അപ്പോ മദീനയുടെ നേതൃത്വം ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പൊ അത്രയും യോഗ്യനായ ഒരാളാണ് അബ്ദുല്ലാഹിബ്നു മുഹമ്മദ്. അപ്പൊ ഈ ഒരു അവസരം ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്തുകൊണ്ടോ ഇങ്ങനെ മുഖം ചുളിച്ചു എന്ന കാര്യം അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം അറിഞ്ഞത് കൊണ്ടോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിന് ഈമാൻ കുറഞ്ഞിട്ടുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിലൊന്നും കുറവ് വന്നിട്ടൊന്നും ഇല്ല. പിൽക്കാലത്താണ് എന്ത് ചെയ്തത്? ഇതേപോലെ ഞാൻ പറഞ്ഞത് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടുന്ന സന്ദർഭത്തിൽ, ഒരു യാത്ര പോയ സന്ദർഭത്തിൽ മദീനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു പോയിട്ടുണ്ട്, ഗവർണറായിട്ട് അല്ലെങ്കിൽ താൽക്കാലിക അമീറായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്.
അപ്പോ അള്ളാഹ് ചോദിക്കുകയാണ് ഒമാ ഇതിരിക്ക നിനക്ക് എന്തറിയാം ലഅല്ലഹു യസ്സക്ക. അപ്പൊ യസ്സക്ക എന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു യത്തദക്കറു എന്ന് പറഞ്ഞില്ലേ, യസ്സക്കറു ഔ യസ്സക്കറു എന്ന് പറഞ്ഞു. ഔ യസ്സക്കറു എന്ന് പറഞ്ഞതിന്റെ ഒറിജിനൽ എന്താണെന്ന് പറഞ്ഞത് യത്തദക്കറു. യസ്സക്കറു ഇവിടെ എഴുതിയിട്ടുണ്ട്. യസ്സക്കറുവിന്റെ ഒറിജിനൽ യത്തദക്കറു എന്നാണ്. അതേപോലെ ഇവിടെ എന്താണ് യസ്സക്കായുടെ ഒറിജിനൽ എന്നത് യത്തസക്ക എന്നാണ്. അതൊക്കെ ഭാഷയിൽ അങ്ങനെ എന്തുണ്ട് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ തന്നെയാണ്. ഇതിന് പകരം അങ്ങനെ അല്ലെങ്കിൽ താ മാറ്റിയിട്ട് സാക്കി ഷെഡ് കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. യസ്സക്ക. യസ്സക്കായാണ് യസ്സക്ക വിശുദ്ധനായി, സക്ക ശുദ്ധീകരിച്ചു, യസ്സക്ക അല്ലെങ്കിൽ യത്തസക്ക വിശുദ്ധി വരിച്ചു. വിശുദ്ധി വരിച്ചു, സ്വയം വിശുദ്ധനായി. യത്തസക്ക എന്ന് പറഞ്ഞാൽ സ്വയം വിശുദ്ധനായി. തസക്ക എന്നതാണ് അതിന്റെ പൂർണ്ണക്രിയ. തസക്ക സ്വയം വിശുദ്ധനായി. അതിന്റെ ഫെയില് മാറി അതാണ് തസക്ക. തസക്കറ ഗ്രൂപ്പാണ്. തസക്കറ അത് സക്ക എന്ന് പറഞ്ഞാൽ സംസ്കരിച്ചു. സക്ക സംസ്കരിച്ചു. ഇവിടെ എന്താണ് തസക്കയാണ്. തസക്കറ ഗ്രൂപ്പിലുള്ള ക്രിയ തസക്കറ ഗ്രൂപ്പ്. അപ്പോ തസക്ക എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളവനായി. സ്വയം ശുദ്ധിയുള്ളവനായി. അപ്പൊ ഒമായിരിക്കൽ നിനക്ക് എന്തറിയാം അല്ലഹു യസ്സക്ക, അദ്ദേഹം വിശുദ്ധി വരിച്ചേക്കാം, അയാള് സ്വയം ശുദ്ധനായേക്കാം. എങ്ങനെ? അള്ളാഹെ പേടിച്ച് ജീവിക്കുകയും അള്ളാഹെ ഓർമ്മിച്ച് ജീവിക്കുകയും അള്ളാഹുടെ കൽപ്പന കൽപ്പന അനുസരിച്ച് ജീവിക്കുകയും അതേപോലെ അള്ളാഹിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ മതഭക്തരുള്ള അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധി വരിച്ച ആളായി മാറാം. അങ്ങനെയുള്ളവനായിരിക്കാം. നിനക്ക് എന്തറിയാം? ഔ യസ്സക്കറു എന്ന് പറഞ്ഞാൽ യതദക്കറു എന്നാണ്. യതദക്കറു എന്ന് പറഞ്ഞാൽ ഉപദേശം സ്വീകരിച്ചു, ഓർമ്മിച്ച് പാഠം ഉൾക്കൊണ്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. യതദക്കറു ഓർമ്മിച്ച് പാഠം ഉൾക്കൊണ്ടു. അപ്പൊ ഒരാൾ ഓർമ്മിപ്പിച്ചപ്പോൾ ആ ഉപദേശം സ്വീകരിച്ചു എന്നാണ് തദക്കറ എന്നത്. ഒരാൾ ഓർമ്മിപ്പിച്ചപ്പോ അയാൾ ഓർമ്മപ്പെടുത്തൽ സ്വീകരിച്ചു, അതാണ്. ഔ യദ്ദക്കറു അല്ലെങ്കിൽ ഉപദേശം ഉൾക്കൊണ്ടേക്കാം. ഫതൻഫഅഹു അങ്ങനെ അയാൾക്ക് ഉപകരിക്കും. ഫതൻഫഅഹു നഫഅ ഉപകരിച്ചു അല്ലെങ്കിൽ പ്രയോജനം ചെയ്തു. യൻഫഅ പ്രയോജനം ചെയ്യും. ഫതൻഫഅഹു അങ്ങനെ അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യും. അദ്ദിക്റ ആ ഉപദേശം. അപ്പൊ ഉപദേശിക്കൽ എന്ന അർത്ഥത്തിലാണ് ഉണ്ട്. ഓർമ്മിക്കൽ അല്ല, ഇവിടെ എന്താണ് തദ്കീറിന്റെ അർത്ഥമാണ്. ദക്കറ ഓർമ്മിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ദിക്റ ഉപദേശം, ഉത്ബോധനം എന്നൊക്കെ അർത്ഥം വരും. ദിക്റ അങ്ങനെ അദ്ദേഹത്തിന് ഉപദേശം പ്രയോജനപ്പെട്ടേക്കാം. അമ്മ എന്നാൽ മനിസ്തവിന സ്വയം പര്യാപ്തം അടിച്ചവനാണെങ്കിലോ അൻത അപ്പോൾ നീ അൻത ലഹു അവനിലേക്ക് എന്ത് ചെയ്യുന്നു? തസദ്ദ ശ്രദ്ധ തിരിക്കുന്നു അവനിലേക്ക്. അപ്പൊ ലഹു അപ്പം തന്നെ ഇറങ്ങിയ സൂറത്തായിരിക്കൂലേ അത്? അപ്പം തന്നെ ഇറങ്ങിയ ആയത്തായിരിക്കും. സംഭവം കഴിഞ്ഞതിന് ശേഷം അൻത ലഹു. അപ്പൊ ലഹു എന്ന് പറഞ്ഞാൽ ഇവിടെ അവന് എന്ന അർത്ഥമല്ല. അപ്പോ അവ്യയങ്ങൾ വരുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ആശയം വ്യത്യാസം വരും. സന്ദർഭത്തിനനുസരിച്ച് ആശയം എന്നൊക്കെ പറയുന്ന പോലെ അൻത ലഹു ഉപയോഗിക്കുന്നത് എന്താണ്? തസദ്ദ വരുന്നത് കൊണ്ടാണ്. തസദ്ദ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കുന്നു, അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇല നല്ല പറയാ കേട്ടോ. ഇലയിലേക്ക് അത് കൊണ്ടുപോണ്ട. തസദ്ദ ലഹു എന്നാണ് പ്രയോഗം. തസദ്ദ ഇല എന്നല്ല പ്രയോഗം.
തസദ്ദ ലഹു എന്ന് പറഞ്ഞാൽ അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്ന്. ലഹു അവന് എന്നാണ് നമ്മൾ പഠിച്ചത്. അവന്. എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ല. പാഠം നാലാമത്തെ പാഠം വായിച്ചു നോക്കണം. പഴയ പുസ്തകത്തിൽ 4ാമത്തെ പാഠം വായിച്ചു നോക്കുക. അപ്പോൾ അവ്യയങ്ങൾക്ക് അർത്ഥം മാറി വരും. എന്നിട്ട് പാസ്റ്റ് അവേ പാസ്റ്റ് ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ് ഇൻ, ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഇൻ പോലെ അല്ല ഗെറ്റ് ഔട്ട്. ഗെറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഗെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. കിട്ടുക എന്നാണ് ഗെറ്റിന്റെ അർത്ഥം. കിട്ടുക എന്നാണ്, ലഭിക്കുക, കിട്ടുക. അപ്പം ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയിലും അങ്ങനെ സംഭവങ്ങൾ ഉണ്ട്. പാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ വന്നിട്ട് കുട്ടിയോട് ചോദിച്ചു വെർ ഇസ് ദ ഹെഡ് മാസ്റ്റർ. അപ്പൊ കുട്ടി പറഞ്ഞു ഹെഡ് മാസ്റ്റർ ഹാസ് പാസ്ഡ് അവേ എന്ന് പറഞ്ഞു. കുട്ടി ഉദ്ദേശിച്ചത് എന്താ പാസ്ഡ് അവേ എന്നുള്ളത്? ഹെഡ് മാസ്റ്റർ അങ്ങനെ ദൂരോട്ട് പോയി എന്നാണ്, അങ്ങോട്ട് പോയി കഴിഞ്ഞു എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. അപ്പൊ കുട്ടിയുടെ നിന്ന് ടീച്ചർ പറഞ്ഞു നോട്ട് പാസ്ഡ് അവേ, ഹി ഹാസ് ജസ്റ്റ് പാസ്ഡ് ബൈ. പാസ്ഡ് ബൈ എന്ന്. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ്. പാസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ കടന്നുപോയി. കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു പാസ്ഡ് അവേ എന്ന് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ എവിടെയെന്ന് ചോദിച്ചപ്പോ ഹെഡ് മാസ്റ്റർ ഹാസ് പാസ്ഡ് അവേ എന്ന് പറഞ്ഞു. കുട്ടി ഉദ്ദേശിച്ചത് എന്താ? എവേ എന്ന് പറഞ്ഞാൽ ദൂരെ എന്ന അർത്ഥത്തിലാണ്. പാസ്ഡ് അവേ. അപ്പൊ എവേക്ക് ദൂരെ എന്നുള്ള അർത്ഥമല്ല. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ, പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി. പാസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ കടന്നുപോയി എന്നാണ്. അതേപോലെ ഭാഷയിലെ വ്യത്യസ്ത രൂപങ്ങൾ, എന്താണ്, അവ്യയങ്ങൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവും. അന്ത ലഹു തസദ്ദ, നീ അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. നീ അവനിലേക്ക് കാരണം എന്താ? ഇവിടെ ഉത്പത്തും ഷേബത്തും അബൂജഹലിന്റെ ഭയങ്കര പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രബോധനം നടത്തുന്നത് അമാ അലൈക അല്ലാ യസ്സക്ക. അമാ അലൈക, നിനക്ക് എന്താണ്? അൻ ലാ യസ്സക്ക. അല്ല എന്ന് പറയുന്നിടത്ത് എല്ലാം എന്താണ്? അൻ വേറെ, ലാ വേറെയാണ്. അന്നും ലായും കൂടെ ചേർന്നിട്ടാണ് അല്ല വരുന്നത്. അത് 10 സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക, വേറെ എഴുതിയിട്ടുണ്ടാവുക. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചേർത്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതൊക്കെ ഖുറാന്റെ അക്ഷരത്തിന് വള്ളി വ്യത്യാസമില്ല എന്ന് നിലനിൽക്കണമെന്ന് പറയില്ലേ? വള്ളി വ്യത്യാസമില്ല. അത് എവിടെയൊക്കെ അൻ വേറെ എഴുതണം, എവിടെയൊക്കെ അല്ല ഒരുമിച്ച് എഴുതണം എന്നൊക്കെ നിബന്ധനയുണ്ട്. ആ നിബന്ധന അനുസരിച്ചാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അമ്മ അലൈക അല്ല യസ്സക്ക. അപ്പൊ നേരത്തെ പറഞ്ഞു എന്താ പറഞ്ഞത്? ലഅല്ലഹു യസ്സക്ക എന്നത്, അയാൾ വിശുദ്ധി വരിച്ചേക്കാം എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറയുന്നു? അമ്മ അലൈക അൻ ലാ യസ്സക്ക, അവൻ വിശുദ്ധി വരിക്കാതിരുന്നാൽ നിനക്കെന്ത്? ലാ യസ്സക്ക. ലാ യസ്സക്ക ലാ യതസക്ക എന്നാണ്. ലാ യതസക്ക, അവൻ വിശുദ്ധി വരിക്കുന്നില്ല എങ്കിൽ മാലയിക്ക, നിനക്കെന്ത്? അൻ ലാ യതസക്ക. അപ്പൊ എന്താണ്? അന്നും ശേഷം വരുന്ന അപൂർണ ക്രിയയും കൂടെ ചേർന്നിട്ട് ക്രിയാധാതുവിന്റെ അർത്ഥമാണ് വരുന്നത്. അപ്പോ അൻ ലാ യതസക്ക അല്ലെങ്കിൽ യസ്സക്ക എന്ന് പറഞ്ഞാൽ അവൻ വിശുദ്ധി വരിക്കാതിരിക്കൽ നിനക്കെന്ത് കുഴപ്പം? ലാ യസ്സക്ക. എന്നാൽ മൻ ജാഅക യസ്ആ, നിന്റെ അടുക്കൽ ഓടി വന്നവൻ, മൻ ജാഅക നിന്റെ അടുക്കൽ ഓടിക്കൊണ്ട് വന്നവൻ, വഹുവ യഖ്ഷ, അവനാകട്ടെ, വഹുവ അവിടെ വാവൽ ഹാലാണ്. അവനയാൾ എന്ത് അവസ്ഥയിലാണ് വന്നത്? വഹുവ യഖ്ഷ, ഭയപ്പെടുന്നവനായ അവസ്ഥയിലാണ് വന്നത്. അൻത, അപ്പോൾ നീ, അൻഹു അയാളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ചെയ്യുന്നു. ഇവിടെ അന്ന് കുറിച്ച് സമ്മതിച്ചെന്നല്ല. അൻത അൻഹു, അയാളുടെ കാര്യത്തിൽ തലഹ, അശ്രദ്ധ കാണിക്കും. തലഹയുടെ കൂടെ വരേണ്ട അവ്യയമാണ് അൻ.
തലഹ അൻ എന്നാണ് പ്രയോഗം. അതേപോലെ തസദ്ദ ലഹു എന്നാണ്. തസദ്ദ ലഹു എന്ന് പറഞ്ഞാൽ അയാളിലേക്ക് ശ്രദ്ധ തിരിക്കുക. തലഹ അൻ എന്ന് പറഞ്ഞാൽ അയാളെ അവഗണിക്കുക, അല്ലെങ്കിൽ അയാളോട് അശ്രദ്ധ കാണിക്കുക. മുന്നില് ലഹു തസദ്ദാന്നും വഹുവ എന്ന് പറഞ്ഞപ്പോ അവിടെ ഹാലാണെന്ന് പറഞ്ഞില്ലേ? ആ, അതെന്താണ് ഹാൽ എന്ന് പറഞ്ഞാല്? ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ, സിറ്റുവേഷൻ, അവസ്ഥ. ആ, ഓക്കെ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാവുൽ ഹാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊരു വാവുൽ ഹാലാണെന്ന് വിചാരിച്ചു. അവസ്ഥ പറയാനുള്ള വായാണിത്. എന്ന അർത്ഥത്തിലുള്ള വായല്ല. അപ്പൊ എത്ര വാ പഠിച്ചു നമ്മള്? സത്യത്തിന്റെ വാ. ചില ആൾക്കാർ സത്യം ചെയ്യുന്ന വാ. ചില ആൾക്കാർക്ക് വാ കൂടുതലാണെന്ന് പറയും. ഓന് വാ കൂടുതലാണ്, അല്ലെങ്കിൽ ഓൾക്ക് വാ കൂടുതലാണെന്ന്. അങ്ങനെ കുറെ വായുണ്ട് അറബിയിൽ. ഏതൊക്കെ വാ പഠിച്ചു? സത്യം ചെയ്യുന്ന വാ പഠിച്ചു, വാ എന്നുള്ള പഠിച്ചു. പിന്നെ ഇതിപ്പോ പറയും പോലെ നമുക്ക് അത്ര ഒരു മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലാക്കുക, ഇത്രേ ഉള്ളെന്ന് മനസ്സിലാക്കുക കേട്ടോ. അവസ്ഥയെ സൂചിപ്പിക്കുന്നു അല്ലേ? ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്ന അർത്ഥത്തിലല്ല ഇവിടെ. വരണമെങ്കിൽ മുഹമ്മദുൻ വ അലിയുൻ. അപ്പൊ എന്താ രണ്ടെണ്ണം പറയുമ്പോഴല്ലേ വരേണ്ടേ ഉള്ളൂ. ഇവിടെ രണ്ടെണ്ണം വന്നില്ലല്ലോ, രണ്ട് നാമം വന്നില്ല. എന്താ വഹുവ അവനും എന്ന് പറഞ്ഞാൽ അവനും വേറൊരാളെന്ന് പറയാനുള്ള സംഭവം ഇവിടെ വന്നില്ല. ഇപ്പൊ എന്താണ് ഇവിടെ? വഹുവ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ. എന്തായിരിക്കുന്ന അവസ്ഥയിൽ? യഹ്ഷ ഭയപ്പെടും. അവൻ ഭയപ്പെടുന്നവനായിരിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്? ഓടി വന്നത്. അള്ളയെ പേടിച്ചുകൊണ്ട് എന്തോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അൻഹു തലഹ, നീ അവന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാലും കുറിച്ച് കുഴപ്പമല്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? തലഹ, അശ്രദ്ധ കാണിക്കും. അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അപ്പം. ഓക്കെ. അപ്പോ ഒരു നേതൃത്വം തന്റെ അനുയായികളോട് സ്വീകരിക്കേണ്ട നിലപാടുകളാണ് പറഞ്ഞത്. സാധാരണക്കാരുണ്ടാകും, അസാധാരണക്കാരുണ്ടാകും, VIP ഉണ്ടാകും. അവരെല്ലാം പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കണം. ചില വ്യക്തികളോട് സമാധാനത്തിൽ പറഞ്ഞ് അനുനയിപ്പിച്ചു വിടേണ്ടി വരും. അപ്പോ അങ്ങനെയുള്ള അനുനയിപ്പിച്ചു വിടേണ്ട ഒരു സന്ദർഭമായിരുന്നു ഇവിടെ. മറിച്ച് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസുഖകരമായ അന്തരീക്ഷം കാണിച്ചു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് വളരെയധികം കൃപാലുവും അതേപോലെ സ്നേഹമുള്ളവനുമാണ്. റഊഫുർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വഭാവം കാണിച്ചു എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സന്ദർഭം അബ്ദുല്ലാഹി ഇബ്നു മക്തും വന്നത് ഇഷ്ടപ്പെട്ടില്ല. മുഖഭാവം മാറിയോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇഷ്ടക്കേടുണ്ടായി എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. അല്ലാതെ മുഖം ചുളിച്ച് കാണിച്ചു, ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധാരണ പോലെ ആംഗ്യം അടയാളങ്ങൾ കാണിക്കുന്ന പോലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, എന്താ ചോദിച്ചത്? എന്നുള്ളതില് നിനക്ക് എന്താണ് എന്നാണല്ലോ ഇവിടെ ഉള്ളത്. നിന്റെ മേലിന് എന്താണ്? എന്താണോ അത് എലൈക്ക നിന്റെ. അപ്പം അലൈക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് അല്ലേ? അങ്ങനെ വന്നിട്ട് ചോദിച്ചു. അങ്ങനെ വന്നിട്ട് ഒരു സംശയം വന്നപ്പോ ചോദിച്ചാണ്. അത് ഈ ക്ലാസ് ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ ഞാൻ അത് നേരത്തെ നല്ലപോലെ വിശദീകരിച്ചു. ഒന്നുകൂടെ കേട്ട് നോക്കുമ്പോ മനസ്സിലാവും. ഓക്കെ. അപ്പൊ പറഞ്ഞത് ഇതാണ്, എല്ലാ അനുയായികളെയും ഒരേപോലെ പരിഗണിക്കണം. അതേപോലെ തന്നെ വ്യക്തിത്വങ്ങൾ മറ്റ് തന്നിൽ വിശ്വസിച്ച ആൾക്കാരും വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ടാകും. ഓരോരുത്തർക്കും നൽകേണ്ട പരിഗണന നൽകണം. ഓരോ സന്ദർഭത്തിനനുസരിച്ചും നൽകേണ്ട പരിഗണന നൽകണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഫിലോസഫിക് ആയിട്ടുള്ള എന്താ പറയുക, വ്യക്തിത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ
ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് അത്താ കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ക്രിയ ഏതാണെന്ന് നോക്കാം. അതിന് അത്താ കഴിഞ്ഞിട്ട് അതിനുള്ള അർത്ഥം എന്താ? അനുമതി നൽകി. അനുമതി നൽകി. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതിന്. ഒരു ക്രിയ ആക്കി അങ്ങനെ പഠിച്ചില്ല. ക്രിയായിട്ട് പഠിച്ചില്ല അല്ലേ? പഠിച്ചില്ല. ആ, പിന്നെ എന്തിനാ പഠിച്ചത്? അനുമതി നൽകിയെന്നുള്ള അർത്ഥം പഠിച്ചു. എവിടെ പഠിച്ച്? അതിന് ഇതാനോ ഇതിന് അനുമതി ഇതിന് റബ്ബിഹിം. അതിന് അനുമതി നൽകി. അപ്പൊ ഇത് എന്ത് തരം ക്രിയയാണ്? നമ്മളിപ്പോ മിക്സഡായിട്ടാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പലതരം ക്രിയകൾ മിക്സഡായിട്ട് പഠിക്കും. അതിനെ എന്ന് പറയുന്നത് എന്ത് തരം ക്രിയ? നമ്മൾ പഠിച്ച ക്രിയയല്ല, ഏത് ഇനത്തിൽ വരും? അഞ്ചല ഗ്രൂപ്പാണോ? അഞ്ചല ഗ്രൂപ്പാണെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ പ്രൈമറി 1 കൊണ്ടുവരും. നേരത്തെ പറഞ്ഞ പ്രൈമറി 2 എത്തുന്ന. അപ്പൊ വീണ്ടും ഒരു തെറ്റുകൾ പറഞ്ഞുകൊണ്ട് പ്രൈമറി 1 അഞ്ചലയിൽ എത്ര അക്ഷരമുണ്ട്? അഞ്ചലയിൽ 4 അക്ഷരമുണ്ട്. 4 അക്ഷരമുണ്ട്. അല്ല 3 അക്ഷരം. പിന്നെ അപ്പൊ 3+1 ആണ്. ഇവിടെ 3+1 ഒന്നല്ല. അതിന് അത്താണോ? അത്ത ആണെങ്കിൽ അത്ത ഏതിൽപ്പെട്ടതാണ്? അമറ ഹംസ അടങ്ങിയ ക്രിയകളിൽ ഹംസ അടങ്ങിയ ക്രിയകളിൽ പെട്ടതാണ്. ഹംസ അടങ്ങിയ ക്രിയകളിൽ പെട്ടതാണ്. അപ്പോ അതില് അക്കല പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അക്കല പോലെ ഉള്ള അമറ അക്കല. ജസ എന്ന് പറഞ്ഞ ആള് ജസായും അതിനും തമ്മിൽ എന്താ ബന്ധം? ഇമ്പോസിറ്റ് എഴുതിപ്പിക്കും 1000 പ്രാവശ്യം. ജസ അല്ല പറഞ്ഞേ, അക്കല പോലെ അക്കല പോലെയുള്ളയാളെന്ന് പറഞ്ഞത്. എന്നിട്ട് ജസ എന്തിനാ പറഞ്ഞത്? ജസ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഉള്ള ക്രിയയാണ് വജത. ഇതിന്റെ ഒരു വജത ഇവിടെ യാ വന്നിട്ടുള്ള ക്രിയ എന്ന് പറഞ്ഞതാണ്. അതിനല്ലേ അയ്യായ ഉണ്ടോ? ഇല്ല അതിലില്ല. മേലത്തെ അത്താന്ന് പറഞ്ഞതാണ്. ആലോചിച്ച് നമ്മളിത് ഈ പഠിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. ഒറ്റ ശ്വാസം പറഞ്ഞു പഠിക്കണം. അപ്പൊ വേറെ മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കില്ല. ഒന്നിന് ചാടി പോയാല് അതിന്റെ അർത്ഥം പ്രോബ്ലം ഉണ്ട് എന്നാണ്. അതിനേക്ക് പകരം ജസായാണ് പറയുന്നതെങ്കിൽ അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജസ പറഞ്ഞിട്ടില്ല. പിന്നെ വജത പറഞ്ഞല്ലോ. അത് ഞാൻ നല്ലൊരു വജത ആണോ ജത? ഒരു അക്കല പോലത്തെ ഒരു ക്രിയ ഉണ്ടല്ലോ, അത്ത പോലെ. അത് 2 ക്രിയ ഉണ്ടല്ലോ. അത്ത പോലെ ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്, മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്ത എന്ന് അവിടെ ദുർബലാക്ഷം ഉള്ളതാണ്. ഹംസ് അടങ്ങിയ ക്രിയയാണ്. അക്കലയും ഹംസ അടങ്ങിയിട്ടുള്ള ക്രിയ ഉണ്ടല്ലോ. അക്കല അടങ്ങിയ ക്രിയ പറയുമ്പോൾ ഹംസ അടങ്ങിയത് മാത്രം, ഹംസ് മാത്രമുള്ളത് പറയണം. ഹംസും ദുർബലാക്ഷം കൂടെ ചേർന്നത് പറയരുത്. ഹംസും ദുർബലാക്ഷം കൂടെ ചേർന്നാൽ അത് വേറൊരു VIP ആയി. അപ്പൊ ഡബിൾ VIP ആണ്. അപ്പൊ അങ്ങനെയല്ല പറയാൻ പറ്റും. ഹംസ് അടങ്ങിയ ക്രിയ പറയുമ്പോൾ ഹംസ് മാത്രമുള്ള ക്രിയ, ഹംസ് അടങ്ങിയ ക്രിയ പറയാം. അതിനുള്ള ദുർബലാക്ഷരമുള്ള ക്രിയ പറഞ്ഞാൽ അത് വേറെ നിയമമാണ്. ഓക്കെ. അപ്പൊ അതിനൊരു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഒരുപാട് കാട് കയറി പോകുന്നു. ഇത്രയും കാട് കയറാൻ പാടില്ല. അതിനതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുള്ള പ്രത്യേകം നമ്മൾ അത്ത പറഞ്ഞതുപോലെ തന്നെ അത്തായിൽ ഹംസ് ഉണ്ട്. അത്ത പറഞ്ഞപ്പോൾ നമ്മൾ ഈത്തി എന്നും പറഞ്ഞു. അതേപോലെ ഇത്തി എന്നും പറയാമെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ അതിനേക്ക്
യഅ്ദൻ എന്നും പറയാം, ഈദൻ എന്നും പറയാം. യഅ്ദൻ ഇഫ്തഹ് എന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ യഅ്ദൻ എന്നും പറയാം. അതേപോലെ ഈതി എന്ന് പറഞ്ഞതുപോലെ ഈദൻ എന്നും പറയാം. കൽപ്പന. കൽപ്പനയുടെ ഏകവചനം. അതേപോലെ ലാ തഅ്ദൻ, ലാ തഅ്കുൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈദൻ പറഞ്ഞപ്പോൾ അതിന്റെ ബഹുവചനം ഈദനു. യഅ്തി യഅ്തു എന്ന് പറഞ്ഞതുപോലെ ഈ ഈദൻ ഈദനു എന്ന് പറയാം. ഈതി ഈതു എന്ന് പറഞ്ഞതുപോലെ ഈദൻ ഈദനു എന്ന് പറയാം. അല്ലെങ്കിൽ യഅ്ദൻ യഅ്ദനു എന്ന് പറയാം. ഹംസിട്ടാണ് പറയുന്നത്. യഅ്ദൻ യഅ്ദൻ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, തുടങ്ങുമ്പോൾ നീട്ടിയാണ് പറയുക. ഈദൻ ഈദനു എന്നാണ് പറയുക. ഇടയിൽ വരുമ്പോൾ ഹംസ ആയിരിക്കും ചെയ്യുന്നത്. ഫഅ്ദനു ഫഅ്ദനു, അനുമതി തേടിക്കൊള്ളൂ. ഫഅ്ദനു ബിഹർബിൻ, അപ്പോ അതിന് യഅ്ദനിന്റെ കൽപ്പനയാണ് യഅ്ദൻ എന്നാണ് വന്നത്. അപ്പൊ ഫ ചേർന്ന് വന്നപ്പോൾ ഫഅ്ദനു എന്നാണ് വന്നത്. ഒറ്റയ്ക്ക് വരുമ്പോഴാണ് ഈദൻ ഈദനു, ലാ തഅ്ദൻ ലാ തഅ്ദനു വ്യത്യാസമുണ്ട്. പിന്നെ അതിനയുടെ കർത്താവ് ആദിനൻ, അതിനനുമതി നൽകി. ആദിനൻ അനുമതി നൽകുന്നവൻ, അനുമതി നൽകപ്പെടുന്നത്. ഇതിനും അനുമതി. ഹിയ അദിനത്ത് അദിനത്ത് ലിറബ്ബിഹാ വഹുഖത്ത് നമ്മൾ പഠിച്ചില്ലേ? ഏത് സൂറത്തില്? ബിസ്സമാഇ ഇൻശഖ്ഖത്ത് വഅദിനത്ത് ലിറബ്ബിഹാ വഹുഖത്ത്. പക്ഷെ അവിടെ ഈ അദിനത്തല്ല അർത്ഥം. അവിടെ അദിന എന്ന് പറഞ്ഞ ചെവി കൊടുത്തു, ഉദുനുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് റബ്ബിന് ചെവി കൊടുത്തു. ഇവിടെ അതിന് അനുമതി നൽകുന്നു. അതിനകത്ത് അവൾ അനുമതി നൽകി, അവൾ അനുമതി നൽകി. ഓക്കെ, എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞു നോക്ക്. പക്ഷെ എഴുതിയേക്കുന്നത് കൽപ്പന രണ്ടും കൂടെ എഴുതാൻ പറ്റാത്ത സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. രണ്ടും കൂടെ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് എഴുതി വെക്കണോ? ഇത് ഏത്? ഇത് ഈ വീഡിയോ കേൾക്കൂലേ? രണ്ടിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടേബിളിൽ എന്താണ് ഹംസാനുള്ളത്? അങ്ങനെ പഠിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെയും പഠിക്കാമെന്ന് ഓർമ്മയുണ്ടാവണം. ഇങ്ങനെ പഠിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെയും പറയാമെന്ന് ഓർമ്മയുണ്ടാവണം. രണ്ടിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടാ. ഓക്കെ, അതിന പറയൂ. അതിന അതിനു അപ്പൊ ഇത് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടണം. ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയാണ്. അല്ലാഹ് സുബ്ഹാനഹു വ തആല ഖുർആൻ ആഴത്തിൽ വായിച്ചു പഠിക്കാനും, ഇപ്പൊ അന്യസായിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ 100% അറിയാമെന്ന് പറയുന്നത്. 100% വാക്കുകൾ അവർക്കറിയാം. പഠിപ്പിക്കാൻ പോകുന്ന വാക്കുകൾ മുഴുവൻ അവർ വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം 99, 98, 97, 95% ഒക്കെ അറിയുന്ന 100% അറിയുന്ന ആൾക്കാർ. ആ തരത്തിലേക്ക് അത് നിങ്ങൾക്ക് ഇനി ബക്കറ മുതൽ തുടങ്ങും. ബക്കറ മുതൽ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ട് വേണം പോകാൻ. ബക്കറ ഇത് തീർന്നിട്ടല്ലേ ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തുടങ്ങണം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് തീർന്നു കഴിഞ്ഞാലാണ് ബക്കറയുടെ ഞങ്ങളുടെ ക്ലാസ് തന്നെ, ഞങ്ങളുടെ ദിവസം തന്നെ. ദിവസം തന്നെ ബക്കറയുടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല ഉസ്താദേ. വരും അത് എല്ലാം വരും കേട്ടോ. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഏതാണ്ട് രണ്ടാമത്തെ അല്ലേ? എന്താണോ ഓർഡർ ചെയ്ത് അത് വരും. ഇപ്പൊന്നും ഓർഡർ ചെയ്യണ്ട കേട്ടോ, അയക്കാൻ സമയമില്ല. ഞാനിപ്പം പുതിയതായിട്ട് നോമ്പ് തുടങ്ങിയിട്ടേ പോസ്റ്റിലൊക്കെ നടക്കും. ഇപ്പൊ പൈസ അടച്ചതിന്റെയൊക്കെ 2 ദിവസത്തിനകം അയക്കും. ഇപ്പൊ നമ്മളെ പ്രൊജക്ടിന്റെ വർക്ക്, അങ്ങനെ കുറെ വർക്കുകൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വീകരിക്കട്ടെ. ആഴത്തിൽ ഖുർആനെ കുറിച്ച് പഠിക്കാനും ഖുർആന്റെ
ആഴത്തിലിറങ്ങി അതിലുള്ള മുത്തും രത്നങ്ങളും എല്ലാം വൈഡൂര്യമെല്ലാം അതെല്ലാം തേടി എടുക്കാൻ അത് മുഖേന പിന്നെ വേറെ ചില കൂടുതൽ വിജ്ഞാനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. അറബി പഠിക്കുന്നതോടുകൂടി ലോകത്തെ വലിയൊരു ഓപ്പണിങ്ങിലേക്ക് നമ്മൾ വലിയൊരു വാതായനം ഗേറ്റ് നമുക്ക് തുറക്കപ്പെടും. ലോകത്ത് ഒരുപാട് വിജ്ഞാനങ്ങൾ, ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കിടക്കുന്ന ലോകമാണ് അറബി ലോകം. അതോടൊപ്പം വേറെ ഒരുപാട് വിജ്ഞാനങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഒക്കെ ആർജിച്ചെടുക്കാനുള്ള നമുക്ക് തോൽപ്പിക്കാൻ നൽകട്ടെ. അതിലൂടെ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് ഖുർആൻ ഈ അറബി പഠനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് മുഖേന സ്വർഗത്തിലെ പദവി അല്ലാഹു നമുക്കും നമ്മുടെ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين. الى اللقاء باذن الله. والسلام عليكم ورحمه الله. وعليكم السلام ورحمه الله وبركاته.